ഹാപ്പി ഓണം. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷ അർജുൻ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓണം വ്ളോഗാണ്. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് വിഷ് ചെയ്യാം അല്ലെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഞങ്ങളിതിപ്പോൾ എല്ലാവരും റെഡിയായി, കുളിച്ച് റെഡിയായിട്ട് നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം 2025 ഓണം ഇരിങ്ങാലക്കുടയിലാണ് കേട്ടോ. അപ്പോൾ അർജുന് ട്രിവാൻഡ്രത്തല്ല ഇന്ന് ഓണം. കഴിഞ്ഞ വർഷം നമ്മൾ ട്രിവാൻഡ്രത്തായിരുന്നുകൊണ്ട് ഈ വർഷം ഇരിങ്ങാലക്കുടയിലാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ എന്താണ് ഓണത്തിനോടൊപ്പം നമുക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താ രാടി ഇന്നത്തെ പ്രത്യേകത? വേറെ ഇന്നത്തെ പ്രത്യേകത പായസം, സാമ്പാർ, അവിയല്, തോരൻ. ഓക്കെ, രാടി ഫുഡിന്റെ സദ്യ മൂഡിലായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വേറെ പ്രത്യേകത എന്ന് പറഞ്ഞത് എൻ്റെ അമ്മക്കുട്ടിയുടെ പിറന്നാളാണെന്ന്. എൻ്റെ അമ്മക്കുട്ടി ജനിച്ച ദിവസമാണ്, തിരുവോണത്തിന് അതാണ് ജനിച്ചേക്കണത്. ബർത്ത് ഡേറ്റ് അല്ല, പിറന്നാളാണ്. അപ്പോൾ പിറന്നാൾ ആശംസകൾ കൂടി. അപ്പൊ രണ്ട് സ്പെഷ്യൽ കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത് ഇന്ന്. ഒന്ന് ഓണം, ഒന്ന് പിറന്നാൾ. അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകാൻ ലേറ്റ് ആയി നിൽക്കട്ടെ, എന്നിട്ട് ഡാഡി വേഗം എന്ന് പറയണേ. അപ്പൊ നമ്മൾ എന്തായാലും അമ്പലത്തിൽ എത്തിയിട്ട് ഞാൻ അവിടുത്തെ പൂക്കളം കാര്യങ്ങളൊക്കെ കാണിക്കാം, ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള പൂക്കളൊക്കെ കാണിക്കാം. അപ്പൊ യെസ്, അമ്പലത്തിൽ ഹായ് അല്ല ബൈ. അങ്ങനെ നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് തലേ ദിവസം ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി ഇരുന്നിട്ട് പൂക്കളൊക്കെ നുള്ളി ശരിയാക്കാണ് കേട്ടോ. തിരുവോണത്തിൻ്റെ അന്ന് വലിയ അത്തപ്പൂക്കൾ ഇടാനായിട്ട്. അപ്പം അത്യാവശ്യം ഒരു വലിയ അത്തപ്പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ അർജുനാണ് എനിക്ക് വരച്ചു തന്നത്. അങ്ങനെ ഞാനും അമ്മയും അർജുനും ഡാഡിയൊക്കെ കൂടിയിട്ടാണ് ഓണത്തപ്പനെയും പൂക്കളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഓണത്തപ്പൻ. ഡാഡി ഇന്നലെ അറേഞ്ച് ചെയ്തതാണ് ഈ ഓണത്തപ്പനെ. ഡാഡിയും അമ്മയും കൂടി മാവൊക്കെ ആക്കിയിട്ടുള്ള പരിപാടിയാണ്. യെസ്, അത് കഴിഞ്ഞ് നമ്മൾ ആർപ്പുവിളിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി. ഇതാണ് നമ്മുടെ പൂക്കളം. ദിസ് ഇസ് അവർ പൂക്കളം. ഈ തിരുവോണം എന്ന് എഴുതിയത് ലാസ്റ്റ് മിനിറ്റ് ഒരു ഐഡിയ ആയിരുന്നു. പൂ കുറച്ച് ബാക്കി വന്നപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചു. ഇനി ഇതാ ഇപ്പുറത്തൊരു ചെറിയ ഓണത്തപ്പനും കൂടി ഉണ്ട്. അമ്പലത്തിൽ പോവാ ചേട്ടാ? പോവാം. ട്രിവാൻഡ്രത്ത് മിസ് ചെയ്യുന്നുണ്ടോ ഓണം? നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. എന്താ പിറന്നാൾ സ്പെഷ്യൽ? പായസം. ഒന്ന് ആലോചിച്ച് നോക്കി, തിരുവോണത്തിന്റെ അന്ന് അമ്മ എന്നോട് എപ്പോഴും പറയും, അമ്മയുടെ അമ്മ മീൻസ് എൻ്റെ അമ്മമ്മ ഓണത്തിന്റെ സമയത്ത് തിരുവോണത്തിന്റെ അന്ന് സദ്യയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞാണ് ആശുപത്രിയിൽ പ്രസവിക്കാൻ പോയത്. അമ്മമ്മയുടെ അവസ്ഥ ഞാൻ ആലോചിക്കാം. തിരുവോണത്തിന്റെ അന്ന് ഇത്രയും വേദന സഹിക്കേണ്ടി വന്നത് അമ്മേനെ പ്രസവിക്കാൻ. ഹാറ്റ്സ് ഓഫ് ടു അമ്മമ്മ. അമ്മമ്മ ഇപ്പം ഇല്ല കേട്ടോ, ജീവനോടെ ഇല്ല, മരിച്ചുപോയി. വിഷമമുണ്ടാ? പിന്നെ വിഷമമുണ്ടാവില്ല. എൻ്റെ അമ്മ എപ്പോഴും കൂടെ വേണമെന്നല്ല എല്ലാവർക്കും ആഗ്രഹം. യെസ്, അമ്മമ്മയുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ട്. പോരെ? എനിക്കറിയാം നന്നായിട്ട്. അതെ, അമ്മമ്മയുടെ മാത്രമല്ല മുത്തശ്ശൻ്റെ. അതെ, മുത്തശ്ശൻ്റെ. എൻ്റെ അമ്മായിയമ്മയുടെയും. മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛനാണ് കേട്ടോ. മീൻസ് എന്റെ മുത്തശ്ശന്റെ കാര്യമാണ് അമ്മ പറഞ്ഞത്. അമ്മമ്മ പറയുമ്പോ പിന്നെ മുത്തശ്ശൻ എന്നല്ല പറയാ. ശരിക്കും അമ്മൂമ്മ അപ്പൂപ്പൻ. ഇപ്പൊ അർജുനൊക്കെ അമ്മൂമ്മ അപ്പൂപ്പൻ എന്നാ വിളിക്കണേ. അമ്മയുടെ അവിടെയൊക്കെ മുത്തശ്ശനാണ്. അപ്പൊ ഇനി നമ്മൾ അമ്പലത്തിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കൂടുതൽ മണിക്കത്തിൽ അങ്ങനെയാണ്, എപ്പോഴും നല്ല തിരക്കായിരിക്കും. ഒരുപാട് കാറുകളുണ്ട്. അപ്പൊ നമ്മള് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ട്രഗിളിലാണ് ഡാഡി. നല്ല തിരക്ക് ഞാൻ കാണിച്ചു. ഗണപതിയോട് അടച്ചിട്ടില്ല അല്ലേ? പോവാം. തൊഴുതില്ലേ? അതെ, നമ്മള് പായസം വാങ്ങി. പായസവും നെയ്തിച്ചോറും വാങ്ങി. അമ്മയ്ക്ക് നെയ്തിച്ചോറ് കഴിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിലത്തെ ചോറ് മതി. നെയ്തിച്ചോറ് അമ്മ കഴിച്ചോ? എനിക്ക് എന്റെ അമ്മ വെച്ച ചോറ് മതി. സദ്യയൊക്കെ ഏതുവരെ നോക്കാം.
എന്താ ഉണ്ടാക്കുന്നത്? രസം മല്ലിയില അരിഞ്ഞിട്ടു രസത്തില്. ഈ പപ്പടം കാച്ചണം. പിന്നെ സദ്യകളൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇലയില് ഭക്ഷണം നമുക്ക് സദ്യ കഴിക്കണം. പായസം ഉണ്ട്. പിന്നെ ഇവിടെ വെച്ച പായസം ഉണ്ട്. പിന്നെ കൂടമാണിക്കത്തെ പാൽ പായസവും വാങ്ങിയിട്ടുണ്ട്. ഓക്കെ. അടുത്തതിന് ഐഷ അവിടെ എന്തോ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പായസമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ആ എവിടെ തന്നെ ഉണ്ടല്ലോ. ഇതാ നിൽക്കുന്നു. എന്താ പായസം അത്? പാലടയാണ്. പാലടയോ? അതെ. പായസം ഞാൻ സാധാരണ വെക്കാറില്ല. ഡാഡിയാണ് ആക്ച്വലി പായസം എപ്പോഴും വെക്കാറ് ഓണത്തിനിവിടെ. ബട്ട് ഇപ്രാവശ്യം ഞാൻ വെക്കാന്ന് വിചാരിച്ചു. പിന്നെ 2 കറികളും മാത്രം 3 കറികളാണ് ഞാൻ വെച്ചേക്കാം. നമ്മൾ സദ്യ വിളമ്പുമ്പോ ഞാൻ വെച്ച ഏതൊക്കെയാന്ന് കാണിച്ചത്. കോവിലിൽ പോയിട്ട് നമുക്ക് പാൽ പായസം കിട്ടും. അടിപൊളിയായിരുന്നു. അത് കൊള്ളായിരുന്നു. അടുത്തത് ഇവിടുത്തെ പായസം. ഓക്കെ. അപ്പൊ ദേ നമ്മുടെ സദ്യ ടൈമായി. ഇവിടെ ഡാഡി അർജുനും കൂടി സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കറികൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സാമ്പാറുണ്ട്, ചോറ്, രസം, ഓലൻ, പയറുപ്പേരി, കാളൻ, പൊട്ടാറ്റോ സ്റ്റ്യൂ, പിന്നെ നമ്മുടെ പൈനാപ്പിൾ കിച്ചടി, നമ്മുടെ അമ്പലത്തിലെ പായസം, അമ്പലത്തിലെ നേരിച്ചോറ്, പപ്പടം, കൊണ്ടാട്ട മുളക്, നമ്മുടെ അവിയല്, പിന്നെ മാങ്ങച്ചാറ്, നാരങ്ങച്ചാറ്, അങ്ങനെ മൊത്തത്തില് എത്ര ഐറ്റംസ് ഉണ്ടാവും എല്ലാം കൂടി? ഐറ്റംസ് കുറെ ഉണ്ട്. ഒരുപാട് എണ്ണണം. ഏകദേശം എത്ര എണ്ണം കാണും? ഒരു 15-16 ഒക്കെ ഉണ്ടാവും. 16 ഐറ്റം. ആ, അപ്പൊ നമ്മളിവിടെ വിളക്കത്ത് വിളമ്പിയിട്ടുണ്ട്. വിളക്കത്ത് ഗണപതിക്ക് വിളമ്പിയിട്ടുണ്ട്. അത് അമ്മയുടെ പിറന്നാൾ ആയതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പിറന്നാളായ സമയത്ത് നമ്മൾ ഇതുപോലെ വിളക്കത്ത് വിളമ്പാറുണ്ട്. അർജുന എനിക്ക് ചോറ് വിളമ്പാണ്. ഗുഡ് ബോയ്. ഓ ഐ ലവ് മൈ ഇല. നല്ല രസമുണ്ട് കാണാൻ. സൈഡ് ഡിഷ് തിരുവനന്തപുരത്തല്ലേ ഓർഡർ. ഡാഡി എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? അടിപൊളിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് കറിയാ അമ്മയുടെ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൊട്ടാറ്റോ സ്റ്റ്യൂ, കാളൻ, പിന്നെ സാമ്പാറും രസം. മതി. ഞാൻ ഒരെണ്ണം ചോദിച്ചത് ഇഷ്ടപ്പെട്ടത്. അമ്മയ്ക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെ? എല്ലാ വിഭവങ്ങളും വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടമാണിക്കത്തിന് മേടിച്ച നെയ്തച്ചോറുണ്ടായിരുന്നു. അപ്പൊ ഹാപ്പി ഓണം. ഈ രാജ്യങ്ങളായിരുന്നു. അപ്പോ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി അവിടെ നല്ല വിളവുണ്ടായി. അപ്പോൾ എന്തുണ്ടായിരുന്നില്ല, രാജാവിനാണല്ലോ എല്ലാം കൊടുക്കേണ്ടത്. രാജാവിന്റെ ആണല്ലോ എല്ലാം. അപ്പൊ രാജാവിന് ഇതൊക്കെ കൊണ്ടിട്ട് സമർപ്പിച്ചപ്പോ രാജാവിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. വിളവുകളൊക്കെ നന്നായിട്ടുണ്ടായല്ലോ, പ്രജകൾ ഇത്രയും സാധനമൊക്കെ കൊണ്ടുവന്നപ്പോ രാജാവ് അങ്ങോട്ട് ഖുഷിയായി. അപ്പൊ ഇവരെയും ഒന്ന് സന്തോഷിപ്പിക്കുക എന്ന് രാജാവ് അങ്ങനെ നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചപ്പോ രാജാവ് മന്ത്രിനെ വിളിച്ചിട്ട്, ഇപ്പൊ മന്ത്രിയാണല്ലോ, ഇന്നത്തെ മന്ത്രിമാര് പോലെ അല്ലല്ലോ, അന്ന് മന്ത്രിയാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുക. രാജാവിന് വലിയ റോളൊന്നുമില്ല. അങ്ങനെ മന്ത്രി ആലോചന തുടങ്ങി എന്ത് ചെയ്യാം ഇവരെ സന്തോഷിപ്പിക്കാനായിട്ട്. അപ്പൊ കണ്ടമാനം വിഭവങ്ങളുണ്ട്, ഇതൊക്കെ പാചകം ചെയ്യണ്ടേ. അങ്ങനെ ലാസ്റ്റ് മഹാരാഷ്ട്രയില് ഈ പാചകം ചെയ്യുന്ന വിദഗ്ധന്മാരുണ്ട്. അവരെ കുറെ ആൾക്കാരെ കൊണ്ടുവന്നു നാട്ടിലേക്ക്. കൊണ്ടുവന്നിട്ട് പാചകത്തിന് ഓക്കെ ആയി. അത് കഴിഞ്ഞ് ഇത്രയും വിഭവങ്ങൾ വിളമ്പണ്ടേ. അതിന് മന്ത്രിയുടെ തല പോയിട്ട് മന്ത്രിക്ക് ആലോചിച്ചത് 1 ദിവസം 2 ദിവസമല്ല, ദിവസങ്ങളോളം ഇങ്ങനെ ആലോചിച്ച് അതിൽ നിന്ന് ഒരു വഴി മന്ത്രി കണ്ടെത്തി. എന്താണ്? ഇല പാത്രങ്ങൾ, ഇത്രയും പെരുത്ത് പാത്രം വെക്കാനുള്ള പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നു. പിന്നെ ഇലയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വിളമ്പാനായിട്ട് അത് ഇത്ര പെരുത്ത് പാത്രങ്ങൾ വേണ്ടേ. അപ്പോഴാണ് മന്ത്രിയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് ഇല, വാഴല. അതാകുമ്പോ ഇഷ്ടം പോലെ ഉണ്ട് തന്നെ, 10 പൈസ ചെലവുമില്ല, ഇഷ്ടം പോലെ കിട്ടും. അതങ്ങോട്ട് വെട്ടിക്കൊണ്ടുവന്നിട്ട് അതങ്ങോട്ട് ഇട്ടിട്ട്, അന്നൊക്കെ താഴെ ഇരുന്നിട്ടാണല്ലോ ഭക്ഷണം കഴിക്കില്ല, ഇന്നത്തെ പോലെ ടേബിളിലൊന്നും അല്ലല്ലോ.
അപ്പൊ അതൊക്കെ നിരത്തിയിട്ട് അതിലേക്ക് കറികൾ അങ്ങടെ ഉള്ളത്. അതിന് ശേഷമാണ് നമ്മുടെ ഈ കേരളത്തില് ഈ സദ്യ ഉണ്ടായതും എലി ഉണ്ടായതും. അല്ലാണ്ട് നമ്മുടെ എല്ലാ ഈ സാധനങ്ങളൊന്നും നമ്മൾ കഴിച്ച സാധനങ്ങളൊന്നും നമ്മുടെ അല്ല. അങ്ങനെയാണ് സദ്യ വന്നത് നമ്മുടെ നാട്ടിൽ. അങ്ങനെയാണ് നമ്മുടെ നാട്ടില് സദ്യ വന്നത്. ഓക്കെ, അമ്മ എന്താ പറഞ്ഞ ഉറക്ക പറഞ്ഞേ? ഉറക്ക പറ. അമ്മ ഇൻസ്റ്റേന്ന് ഡാഡി കോപ്പിടിച്ചു എന്നാണ് പറയണത്. പക്ഷെ അല്ല, ഡാഡിക്ക് ഇതാരാ പറഞ്ഞാന്ന് ഈ കഥ? കഥകൾ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോഴാണ് കഥകൾ അറിയാം. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഓണത്തിന്റെ അവിടേക്ക് വെച്ച്, സദ്യയുടെ അവിടേക്ക് വെച്ച് ഒന്ന് പോസായിരുന്നു. ഇപ്പൊ നമ്മള് പോകുന്ന എങ്ങോട്ടമ്മ? ഇപ്പൊ നമ്മള് പോകുന്നൊരു എന്റെ ബർത്ത്ഡേ, എന്റെ പിറന്നാളാണല്ലോ. അതുകൊണ്ട് അതിന്റെ മോള് ഒരു കേക്ക് കട്ടിങ് പുറത്ത് എവിടെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അതിന്റെ ആങ്സൈറ്റിയിലാണ് ഞാൻ. എവിടെയാണെന്ന് മോളെന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ എവിടെയാന്ന്. ആങ്സൈറ്റി നോ ഐഡിയ. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് ഐഡിയ ഇല്ല. ബാക്കി എനിക്കും ഡാഡിക്കും അർജുനും അറിയാം ഞങ്ങൾ എവിടേക്കാ പോകുന്നത്. അമ്മയ്ക്ക് ഐഡിയ ഇല്ല. ഓഫ് കോഴ്സ് ഇപ്പൊ കാർ ചെന്നെത്തുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവും, അമ്മ അറിയും. ബട്ട് സ്റ്റിൽ എത്തിയതിനു ശേഷം ഒന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. ആക്ച്വലി നമ്മുടെ ബർത്ത്ഡേ അല്ല ഇന്ന്, ഡേറ്റ് അല്ല, പിറന്നാളാണ്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ പുറത്തൊന്നും പോയി കേക്ക് കട്ട് ചെയ്യാറുമില്ല. പക്ഷേ ഞാനും അർജുനും കുറച്ച് നാളത്തേക്ക് ഇവിടെ ഇനി കാണില്ല. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ പിറന്നാളൊന്ന് സ്പെഷ്യൽ ആക്കാന്ന് വിചാരിച്ചു. മാത്രമല്ല അടുത്ത വർഷത്തെ ഓണം ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരിക്കും ആഘോഷിക്കാം. ഞാൻ ഇവിടെ ഉണ്ടാവില്ല, വീട്ടിലുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഒന്ന് ചെറിയ രീതിയിലൊരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തത്. പിന്നെ നമുക്കവിടെ എത്തിയിട്ട് കാണാം അല്ലേ? ഇന്ന് ബർത്ത്ഡേ ഉടുപ്പൊക്കെ ഇട്ടിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, പിങ്ക്. ഓക്കെ, അപ്പം നമ്മളിതേ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളുള്ളത് സോൾ കിച്ചൺ എന്ന് പറഞ്ഞ സോൾ കിച്ചൺ കോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ആൻഡ് കഫേ അറ്റ് ഇരിങ്ങാലക്കുടയാണ്. ഇവിടെ നമ്മൾ മുന്നേ വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അർജുനന് സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഞാൻ മുന്നേ ഒരു വട്ടം വന്നിട്ടുണ്ട്. ഞാനും അമ്മയും ഡാഡി എപ്പോഴും വരുന്നതാണ് ഇവിടെ. മുന്നേ എപ്പോഴും വരുമായിരുന്നു. യെസ്, അപ്പോൾ ഇവിടെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് വേറെ ഒരു കഫേസും ഷോപ്പും ആക്ച്വലി ഓപ്പൺ ആയില്ല. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഇരിങ്ങാലക്കുടയിൽ തിരുവോണം ഡേ ആയതുകൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഇവർ തന്നെ 6 PM ഓൾമോസ്റ്റ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിനി കേക്ക് വന്നിട്ട് കാണാം. താങ്ക് യു. എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ്, സോറി പിറന്നാളിനും ഗിഫ്റ്റ് തന്ന വാച്ച് എങ്ങനെയാണ് കമന്റ് ചെയ്യണേ. ഭയങ്കര ടേസ്റ്റ്. ഈ സാധനങ്ങൾ വേറെ സെൽഫി ടൈമാണിത്.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ദിസ് ഇസ് സോൾ കിച്ചൺ കോ റെസ്റ്റോറൻറ്റ് ആൻഡ് പിസേരിയ. അത്യാവശ്യം നല്ല വൈബുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പൊ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം? ഇന്നത്തെ ദിവസം ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ ഫോർ മീ ബിക്കോസ് തിരുവോണം ആൻഡ് മൈ പിറന്നാൾ ഡേ ആൻഡ് മൈ ഡോട്ടർ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു തിരുവോണം ഡേ അല്ലെങ്കിൽ ഓണം ഡേ എന്ന് പറയുന്നത്. വളരെ ചെറുതും സിമ്പിളായിട്ടുള്ള പരിപാടിയായിരുന്നു. വീട്ടിൽ തന്നെ എല്ലാവരും പൂവിട്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് സദ്യയൊക്കെ കഴിച്ച് പിന്നെ രാത്രി അമ്മയുടെ ഒരു പിറന്നാൾ അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ബൈ പറയാം എല്ലാവർക്കും. ബൈ. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ പെട്ടെന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഒരു മൂവിക്ക് പോകാമെന്നുള്ളത്. 10:30 ഷോയ്ക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. തമിഴ് മൂവി ആയിട്ടുള്ള ശിവകാർത്തികിൻ്റെ മദ്രാസിയാണ് നമ്മളെല്ലാവരും പോയി കണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.